ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ആഴ്ചത്തേലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി എല്ലാ ദിവസവും തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. അതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീക്ക്ലി സെക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന അൽഷിമേഴ്സ് രോഗത്തെ ചെറുക്കുന്നതിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്ന് ഡോക്ടർ ഷീജ നവക്കോട് ഉൾപ്പെടെയുള്ള സംഘം കണ്ടെത്തിയ രാസസംയുക്തം എന്തായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അൽഷിമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്, അല്ലെങ്കിൽ രോഗാവസ്ഥയാണെന്ന് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ ക്രമേണ ഓർമ്മ നശിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ പറയുന്ന അൽഷിമേഴ്സ് രോഗത്തെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മനുഷ്യ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാസസംയുക്തം അതിനെ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഷീജയും അതേപോലെ തന്നെ ഈ പറയുന്ന പ്രൊഫസർ ബ്രയൻ കെ കെന്നഡി എന്ന് പറയും. ബ്രയൻ കെ കെന്നഡി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും ഈ പറയുന്ന ഡോക്ടർ ഷീജയും കൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ രാസസംയുക്തത്തിന്റെ പേരാണ് AKG അല്ലെങ്കിൽ ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ് എന്നറിയപ്പെടുന്നത്. ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ് എന്നാണ് ആ സംയുക്തത്തിനെ അറിയപ്പെടുന്നത്. ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മശക്തിയുടെ കാര്യത്തിൽ AKGയെ വെല്ലാൻ ആളില്ല എന്ന് ആലോചിച്ചാൽ മതി, അല്ലേ? ഈ പറയുന്ന AK ഗോപാലനെ വെല്ലാൻ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, വേറെ ആളില്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ശാസ്ത്രജ്ഞരാണെന്നുള്ളതാണ്. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ശാസ്ത്രജ്ഞരാണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 ഛത്തീസ്ഗഡിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതായിരുന്നു എന്നുള്ളതാണ്. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് ഖേലോ ഇന്ത്യ ഗെയിംസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉൾപ്പെടെയുള്ള ഗെയിംസ് ഉണ്ട്. അപ്പൊ ഇതില് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ആദ്യത്തെ പതിപ്പ് ഈ അടുത്തിടെയാണ് എന്ത് നടന്നത് ഛത്തീസ്ഗഡിൽ വെച്ചായിരുന്നു. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ മസ്കറ്റ് എന്ന് പറയുന്നത് മോർവീർ ആയിരുന്നു, അല്ലെ? മസ്കറ്റ് എന്ന് പറയുന്നത് മോർവീർ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അതിന്റെ ഈ പറയുന്ന ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുണ്ടായ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുണ്ടായ സംസ്ഥാനം, ഓവറോൾ ചാമ്പ്യൻ ആയത് ആരാണ്? നമ്മൾ പറയാറുണ്ട്, ഒരു ഗെയിം നടക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളത് ഈ പറയുന്ന എതിരെ നിൽക്കുന്നവൻ്റെ അടുത്ത് നമുക്ക് കാണാടാ, അല്ലേ? നമുക്ക് ഈ പറയുന്ന വേദിയിൽ വെച്ച് കാണാടാ, അല്ലെങ്കിൽ ഗോതയിൽ വെച്ച് കാണാടാ, അല്ലേ? കാണാട അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ കർണാടക. ഓക്കെ അല്ലേ? കർണാടകയാണെന്ന് എന്ത് ഓർത്തിരിക്കുക. 1ാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം ഒഡീഷ, അതേപോലെ തന്നെ 3ാം സ്ഥാനം ഈ ജാർഖണ്ഡ് എന്നിവരാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. 1ാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം ഒഡീഷ, 3ാം സ്ഥാനം ജാർഖണ്ഡ് എന്നിവരാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മസ്കറ്റിനെ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. മസ്കറ്റ് മോർവീർ എന്നുള്ളതാണ് പ്രധാനമായിട്ട് സ്ട്രെങ്ത്, വാലിയർ, യൂണിറ്റ് ഒക്കെ തന്നെയാണ് ഈ പറയുന്ന മോർവീർ കാണിക്കുന്നത്. നടന്നിട്ടുണ്ടാകും ഛത്തീസ്ഗഡിലാണെന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഛത്തീസ്ഗഡിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? റായ്പൂർ ആ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, അടുത്തത് 2 പാർട്ടികൾ തമ്മിൽ ഭാവിയിലെ വിനിമയ നിരക്ക് മുൻകൂട്ടി നിശ്ചയിക്കുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ വ്യത്യാസം മാത്രം പണമായി സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്ന സാമ്പത്തിക കരാറിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. RBI ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ക്ലാസ്സിൽ പഠിച്ചതാണ്, അല്ലേ? ഞാനിപ്പോൾ ഈ പറയുന്ന രീതിയിൽ അത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന നോൺ ഡെലിവറബിൾ ഡെറിവേറ്റീവ്സ് എന്നാണ്, NDD എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. NDD എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരാം. അതായത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇച്ചിരി ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ചേർന്ന് ഈ പറഞ്ഞ Aയും Bയും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു, ഇന്ന് സ്വർണത്തിൻ്റെ വില 5000 രൂപയാണ്. ഇന്ന് സ്വർണത്തിൻ്റെ വില 5000 രൂപയാണെങ്കിൽ അത് അടുത്ത മാസം ആകുമ്പോഴത്തേന് അത് എന്തായിട്ട് മാറും, ഇത് 5500 ആയിട്ട് ഉയരുമെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഈ 500 രൂപ B എന്ത് ചെയ്യണം, Aക്ക് തരണം അല്ലെങ്കിൽ എനിക്ക് തരണം. ഓക്കെ, അപ്പൊ B പ്രെഡിക്റ്റ് ചെയ്യുന്നു, അല്ല 5500 ഒരിക്കലും ആവില്ല, അത് പറയുന്ന 4500 ഒക്കെ ആവാതെ കുറയാനേ സാധ്യത ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, 500 ആർക്ക് കൊടുക്കണം, Bക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പുതുതായിട്ട് അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് സ്വർണത്തിന്റെ വില വരുന്നു. സ്വർണ്ണ വില വന്നപ്പോൾ എന്താണ്, ഈ പറയുന്ന ഞാൻ ജയിക്കുന്നു. കാരണം ഈ പറയുന്ന സ്വർണത്തിന്റെ വില 5000 നിന്ന് 5500 എന്ത് ചെയ്യുന്നുണ്ട്, ഉയരുന്നുണ്ട്.
അല്ലേ? അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ബി എനിക്ക് 500 രൂപ തരേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും പ്രാവർത്തികമാകുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇന്നത്തെ സങ്കീർണമായിട്ടുണ്ടാകുന്ന ലോക വിപണിയിൽ കറൻസികൾ തമ്മിലുള്ള ഒരു മാറ്റമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കറൻസി തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് ആണെന്നുള്ളതാണ്. അപ്പൊ ആ റിസ്ക് കുറയ്ക്കുന്നതിനും കറൻസി കൈമാറ്റത്തിന് നിയമ തടസ്സങ്ങളുള്ള രാജ്യങ്ങൾ ഇടപാടുകൾ എളുപ്പമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് NDD എന്ത് ചെയ്യുന്നത് ഒരു വളരെ പ്രായോഗികമായിട്ടുള്ള വഴിയായിട്ട് അവിടെ മാറുന്നത് എന്നുള്ളതാണ്. NDD അവിടെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു വഴിയായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത് എന്നുള്ളതാണ്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ പറഞ്ഞ ഇന്ത്യൻ കറൻസിയുടെ മറ്റു മേലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും? US ഡോളറിലൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ പറയുന്ന തടസ്സങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടി പറ്റും. പൊതുവെ ബിസിനസ്മാൻമാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ഇത് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഈ പറയുന്ന വിദേശ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനീസും ഒക്കെ മറ്റും ഈ രാജ്യങ്ങൾക്ക് തമ്മിലൊക്കെ വേണം പൊതുവെ എന്ത് ചെയ്യുന്നത് നടത്താറുള്ളത് എന്നുള്ളതാണ്. ഇത് എക്കണോമിക്സോട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് NDD അല്ലെങ്കിൽ നോൺ ഡെലിവറബിൾ ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. അടുത്ത് നോക്കുക, നഗോയ പ്രോട്ടോകോൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ IRCC സർട്ടിഫിക്കറ്റുകൾ നൽകിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. IRCC സർട്ടിഫിക്കറ്റുകൾ നൽകിയ രാജ്യം എന്താണ് നഗോയ പ്രോട്ടോകോൾ എന്നുള്ളത് ആദ്യമേ അറിയണം. പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിൽ എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഒരു മഞ്ഞളുണ്ട്, എൻ്റെ നാട്ടിൽ മഞ്ഞളുണ്ട്. ആ മഞ്ഞൾ ഞാൻ ജപ്പാനിലേക്ക് കയറ്റി അയക്കുകയാണ്, അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് ഒരു ഭാഗം സയന്റിസ്റ്റുകൾ എൻ്റെ നാട്ടിൽ വന്നതിന് ശേഷം ഈ പറയുന്ന മഞ്ഞളിനെ കുറിച്ച് പഠിക്കുന്നു. മഞ്ഞൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവർ ശാസ്ത്രത്തിന് വേണ്ടി പറയുന്ന രീതിയിൽ ഒരു സയന്റിഫിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മഞ്ഞളിനെ അവർ ജപ്പാനിലേക്ക് കൊണ്ടുപോകുന്നു, അവർ പഠിക്കുന്നു. അപ്പോൾ അവർ പഠിച്ചത് മനസ്സിലാകുന്നത് ചർമ്മ സംരക്ഷണത്തിന് ഈ പറയുന്ന മഞ്ഞൾ നല്ലതാണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഈ പറയുന്ന ഉപയോഗിച്ച മഞ്ഞളിനെ അടിസ്ഥാനപ്പെടുത്തി അവർ ഈ പറയുന്ന രീതിയിൽ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ടന്റ് എന്നാ മനസ്സിലാക്കി അവരെന്ത് ചെയ്യുന്നത് സ്കിൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു വാല്യുബിൾ പ്രോഡക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു അവിടെ നിർമ്മിക്കുന്നു. അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ അവർ ആ നിർമ്മിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ അവർ ഈ പറയുന്ന അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ആർക്ക് നൽകണം? ആ രാജ്യത്ത് നൽകണം, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് നൽകണം എന്നുള്ളതാണ് ഈ നഗോയ പ്രോട്ടോകോൾ പറയുന്നത്, അല്ലെ? അപ്പൊ നഗോയ പ്രോട്ടോകോൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ IRCC സർട്ടിഫിക്കറ്റുകൾ നൽകുക, അതായത് ഇത്തരത്തിൽ വരുന്ന കമ്പനികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലും ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ലാഭത്തിന്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ഈ സയന്റിഫിക് സ്റ്റഡിയുടെ ഒരു പങ്കെന്ന് പറയുന്നത് ആർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അത് എവിടെ നിന്ന് കൊണ്ടുപോയോ അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള നഗോയ പ്രോട്ടോകോൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമാണ് IRCC സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രാജ്യമാണ്, നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് എന്നുള്ളതാണ്. അടുത്ത് നോക്കുക, 2026 മാർച്ച് വരെ മറൈൻ ഫിഷ് പ്രോസസ്സിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ പറയുന്ന രീതിയിൽ മത്സ്യങ്ങളുടെ ആഗോള ഉൽപാദനത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഫിഷ് പ്രോസസ്സിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തെ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഫിഷ് പ്രോസസ്സിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമല്ല, ആന്ധ്രാപ്രദേശ് അല്ല, അതിന്റെ പേരാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്തിന്റെ പ്രതിദിന ശേഷി എന്ന് പറയുന്നത് 76.47 ആണ് എന്നുള്ളതാണ്. 74.67% അവരുടെ പ്രതിദിന ശേഷി. അതായത് ശതമാനമല്ല, 67 മെട്രിക് ടൺ പെർ ഡേ, MT പെർ ഡേ എന്ന് പറയും. ശതമാനമല്ല, 74.67 മെട്രിക് ടൺ പെർ ഡേ ആണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ഒരു ദിവസം. 76.47 മെട്രിക് ടൺ പെർ ഡേ എന്ത് ചെയ്യുന്നുണ്ട് അവരിപ്പോൾ പ്രതിദിന ശേഷി ഗുജറാത്തിനുണ്ടെന്നുള്ളതാണ്. അപ്പം 2ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് നമുക്ക് ആന്ധ്രാപ്രദേശിനെ കാണാന്നുള്ളത്. 2ാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശും 3ാം സ്ഥാനത്ത് കർണാടകയുമാണ് എന്ത് ചെയ്യുന്നുള്ളത്, കർണാടക. 3ാം സ്ഥാനത്ത് കർണാടകയാണുള്ളത്. അപ്പം ചോദ്യം മനസ്സിലാക്കുക, ആഗോളതലത്തിൽ ഈ പറയുന്ന രീതിയിൽ സമുദ്ര പ്രൊഡക്റ്റുകളുടെ ഈ പറയുന്ന മറൈൻ ഫിഷുകളുടെ ഈ പറയുന്ന ഉൽപാദനം എന്നുള്ളതിലല്ല ചോദ്യം, അത് അതിനെ സംഭരിച്ചു വെക്കുന്നതിന് ശേഷിയുള്ള പ്രോസസ്സിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റിയിൽ 1ാമതുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അത് ഗുജറാത്താണ്. 2ാമത് ആന്ധ്ര, 3ാമത് കർണാടക. പഠിക്കാലോ, കുഴപ്പമില്ലല്ലോ. അടുത്തത് 2026 ഏപ്രിൽ 3 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആണവ അന്തർവാഹിനികൾ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് വരുമായിരിക്കാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അരിഹന്ത്, അരിഘട്ട്, അരിധമൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ വരുന്നത് എന്നുള്ള. അപ്പോൾ അരിധമനാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് കമ്മീഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതിന് അരിഹന്ത്, അരിഘട്ട്, അരിധമൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട 3 ന്യൂക്ലിയർ സബ്മറൈൻസ് ഇന്ത്യക്കുള്ളത്. അടുത്തത് IEE
കേരള സെക്ഷൻ KPP നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. അത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വി നാരായണനാണ്. അദ്ദേഹം ISROയുടെ ചെയർമാനാണ് എന്നുള്ളതാണ്. ISROയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്ന ഡോക്ടർ വി നാരായണനാണ് KPP നമ്പ്യാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അടുത്ത നോക്കാം. അടുത്തത് 2026 ഏപ്രിലിൽ ലോക്സഭ പാസാക്കിയ ബിൽ പ്രകാരം ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. മദ്രാസ് പ്രസിഡൻസിയിലെ തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങളെ വേർതിരിച്ചുകൊണ്ട് 1953 എന്ത് ചെയ്യുന്നത്, ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് 58 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സത്യാഗ്രഹം പോറ്റി ശ്രീരാമുലു നയിക്കുകയും അദ്ദേഹം അവിടെ നിരാഹാരം നടന്ന് അദ്ദേഹം കിടന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് അതൊരു തലസ്ഥാനം കർണൂലായിരുന്നു. പിൽക്കാലത്ത് ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നുണ്ട്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി വരുന്നതിന് ശേഷം ആക്ട് വരുന്നു. 56 കൂടി തന്നെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനമല്ല അവിടെ രൂപീകൃതമാകുന്നുണ്ട്. പിൽക്കാലത്ത് 2014 നീണ്ട കാലത്തെ സമരത്തിനൊടുവിൽ ജൂൺ 2 ആന്ധ്രാപ്രദേശിനെ വിഭജനം നടത്തിക്കൊണ്ട് അവിടെ 2 സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് ആന്ധ്രയും മറ്റൊന്ന് തെലങ്കാനയും, അല്ലേ? ഒന്ന് ആന്ധ്രയും മറ്റൊന്ന് തെലങ്കാന എന്നീ പറയുന്ന 2 സംസ്ഥാനങ്ങളാണ് രൂപീകരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന തെലങ്കാനയ്ക്ക് എന്ത് ലഭിക്കുന്നു? തെലങ്കാനയുടെ തലസ്ഥാനമായിട്ട് ഹൈദരാബാദിനെ അവർക്ക് ലഭിക്കുകയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് അന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗം അവർ പൊതുവെ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേകിച്ചൊരു ഭാഗം അവർ എന്ത് ചെയ്യുന്നില്ല, ഒരു ക്യാപിറ്റലായിട്ട് അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ ക്യാപിറ്റൽ ഹൈദരാബാദ് ആയിരുന്നല്ലോ. 2026 ഏപ്രിൽ ഭാഗത്ത് ഈ പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റ് ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ അമെൻമെന്റ് ആക്ട് 2026 പാസ്സാക്കിയതോടുകൂടി തന്നെ അമരാവതി ആന്ധ്രാപ്രദേശിന്റെ എന്തായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അമരാവതി ഏറ്റവും സുസ്ഥിരമായ തലസ്ഥാനമായിട്ട് അവര് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അമരാവതി എന്തായി മാറുന്നു? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിട്ട് മാറുന്നു. ഈ പറഞ്ഞ രീതി ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും ചരിത്രം നോക്കുകയാണെങ്കിലും അതല്ല ബുദ്ധപരമായിട്ടുള്ള പാരമ്പര്യം നോക്കുകയാണെങ്കിലും അമരാവതിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. മലപ്പുറം കരിമ്പുഴ വന്യജീവി സംഘത്തിൽ നിന്നും കണ്ടെത്തിയ എപ്പിയോഡേസിയ കുടുംബത്തിലെ കുഞ്ഞൻ സസ്യം ഏതായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ പേരാണ് പിംബിനെല്ലെ പിഗ്മിയ എന്ന് പറയും. പിംബിനെല്ലെ പിഗ്മിയ എന്ന് എന്ത് ഓർത്തിരുന്നാൽ മതി. അടുത്തത് ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷൻ പൂർത്തിയാക്കിയ ശേഷം പകർത്തിയ ഭൂമിയുടെ ചിത്രത്തിൽ നൽകിയിട്ടുണ്ടായിരുന്ന പേരെന്താന്നുള്ളതാണ്. എന്തിനെ പറ്റിയാണ് ചോദിക്കുന്നത് വെച്ചാൽ ആർട്ടമിസ് 2 ദൗത്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായി നടന്ന ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷന്റെ പൂർത്തിയാക്കിയ ശേഷം, അതായത് ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ ഈ പറയുന്നത് ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷൻ പൂർത്തിയാക്കിയ ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരൊന്ന് കറങ്ങി തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വന്ന ഭൂമിയെ നോക്കി എന്ത് ചെയ്യുന്നു, ഒരു ചിത്രം പകർത്തുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ആ ചിത്രം പകർത്തിയതിനെ എന്ത് ഒരു പേരിട്ട് വിളിച്ചു. ആ ചിത്രമാണ് ഹലോ വേൾഡ് എന്നുള്ളത്. ഹലോ വേൾഡ് ഓർത്തിരിക്കുക, ഹലോ വേൾഡ്. അടുത്തത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ താഴെ മാൻഡിൽ ജലം സംഭരിക്കാൻ കഴിവുള്ള ധാതുവിന്റെ പേരെന്താണെന്നുള്ളതാണ്. അതിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് റിംഗ് വുഡൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് റിംഗ് വുഡൈറ്റ് എന്നാണ് അതിന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ജലം പ്രധാനമായിട്ടും ദ്രാവക രൂപത്തിലല്ല എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളതാണ്. ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും കാണപ്പെടുന്ന റിംഗ് വുഡൈറ്റ് എന്ന പ്രത്യേകം തരം പാറയുടെ ക്രിസ്റ്റൽ ഘടനയ്ക്കുള്ളിലാണ് ഇത് ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു സ്പോഞ്ച് പോലെയാണ് ഈ പറഞ്ഞ റിംഗ് വുഡൈറ്റ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിലുള്ള പ്രദേശത്തെ സംക്രമണ മേഖല എന്നാണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ സോൺ എന്നാണ് പൊതുവെ പറയുന്നത്. അഥവാ ട്രാൻസിഷൻ സോൺ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ട്രാൻസിഷൻ സോൺ എന്ത് പൊതുവെ വിളിക്കാറുണ്ട്. അത്തരത്തിൽ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ റിംഗ് വുഡൈറ്റ് കണ്ടെത്തിയിട്ടുണ്ടാകുന്നത്. ഇനി എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുന്ന വഴി നമ്മൾ ഈ ഒരു റിംഗ് വുഡൈറ്റ് എടുത്ത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഭൂമിയിലേക്ക് വെള്ളം വന്നത് ഏതെങ്കിലും ഉൽക്കകൾ ഈ പറയുന്ന ഭൂമിയിലേക്ക് വെള്ളം കൊണ്ട് ഇട്ടതല്ല. ഐസി പാർട്ടിക്കിൾസിന് ഈ പറയുന്ന ഇത് ഉൽക്കകൾ കൊണ്ട് ഇട്ടതല്ല. പകരം ഈ പറയുന്ന ഭൂമിയുടെ അടിത്തട്ടില് മാൻഡിൽ താഴെയായിട്ട് തന്നെ എന്തുണ്ടായിരുന്നു, റിംഗ് വുഡൈറ്റില് ട്രാപ്പ് ചെയ്യപ്പെട്ട രീതിയിൽ എന്ത് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു. അതാണ് പിൽക്കാലത്ത് ഈ പറയുന്ന വോൾക്കാനിക് ആക്ടിവിറ്റിയിലൂടെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരികയും പിൽക്കാലത്ത് വെള്ളമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, റിംഗ് വുഡൈറ്റ് ആണെന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ISRO ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ലഡാക്കിൽ നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ ഏതാണെന്നുള്ളതാണ്. എല്ലാവർക്കും പറയാം, ഗഗൻയാൻ മിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ സ്പേസിൽ പോകുന്നുണ്ട്, അല്ലേ? അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ഒരു അന്തരീക്ഷത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആർട്ടിഫിഷ്യലി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, അത്തരം അനലോഗ് മിഷൻ എന്ത് ചെയ്യുന്നത്, മിഷന്റെ പേരെന്താണെന്നുള്ളതാണ്, മിഷൻ മിത്ര എന്നുള്ളതാണ്. ഇവരെല്ലാവരും മിത്രങ്ങളാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തെ സഞ്ചരിക്കുന്ന വനിത ആരാണെന്നുള്ളതാണ്. ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള വനിത ആരാന്ന് ആലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ആരാണത്? അത് ക്രിസ്റ്റീന കോച്ച് ആണ്.
ക്രിസ്റ്റീന കൊച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വെസ്മാൻ, ജെറമി ഹാൻസൺ എന്നടങ്ങുന്ന 4 പേരാണ് ആർടെമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത് 1972 ശേഷം ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ പ്രവേശിക്കുന്ന ദൗത്യത്തിനെ വിളിച്ച പേരാണെന്ന് പറയുന്നത് ആർടെമിസ് 2 ദൗത്യം എന്ന് പറയുന്നില്ല, ആർടെമിസ് 2 ദൗത്യം എന്ന് വിളിക്കുന്നത്. ആർടെമിസ് 3 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർടെമിസ് 3 നമ്മൾ ചന്ദ്രനിൽ കാലുകുത്തും, ചന്ദ്രനിൽ കാലുകുത്തും, കുത്തുമെന്ന് പറയുന്നു. ഓക്കെ, കുത്തുമെന്ന് പറയുന്നു. ഇത് പോയി വരുത്തതേ ഉള്ളൂ. ആർടെമിസ് 2 വെറുതെ പോയി വരത്തേ ഉള്ളൂ. അടുത്തത് മെറ്റാ കമ്പനി ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് രൂപീകരിച്ച എലൈറ്റ് AI ഗവേഷണ വിഭാഗത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. ഓർത്തിരിക്കുക, അതിന്റെ പേരാണ് MRS റിസർച്ച് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് MRS റിസർച്ച്? അതായത് ഈ പറയുന്ന കാഴ്ചക്കാർ പിന്നെ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിലേക്ക് പിടിച്ചിരുത്താൻ എന്തൊക്കെ വേണമെന്നുള്ളത് എന്ത് ചെയ്യും, റിസർച്ചിലൂടെ പഠിക്കും. അടുത്തത് കുമാരനാശൻ തന്റെ ചണ്ടാല ഭിക്ഷുകി ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ കഥകളിയെ വിളിച്ച പേരെന്താണെന്നുള്ളതായിരുന്നു. കുമാരനാശാന്റെ ഈ പറയുന്ന ചണ്ടാല ഭിക്ഷുകി. കുമാരനാശൻ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഈ പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മാതംഗ ചരിതം എന്ന് പറയുന്ന മാതംഗ ചരിതം എന്ന് പറയുന്ന ആട്ടക്കഥയാണ് എന്ത് ചെയ്യുന്നത്, കഥകളിയാട്ട് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ജാതി വേർതിരിവിനെതിരെയുള്ള ശക്തമായ സന്ദേശമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൃതി എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയുന്ന ആട്ടക്കഥ പ്രധാനമായിട്ടും നൽകുന്നത് എന്നുള്ളതാണ്. ആട്ടക്കഥ മാത്രമല്ല, ആ ഒരു ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന ഒരു ഖണ്ഡകാവ്യം ഈ പറയുന്ന രീതിയിൽ നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും ചണ്ടാല സ്ത്രീയായിട്ടുണ്ടായിരുന്ന മാതംഗിയും അതേപോലെ തന്നെ എന്താണ് അനന്തൻ എന്ന് പറയുന്ന ഒരു ഭിക്ഷുവും തമ്മിലുള്ള സംഭാഷണമാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നുള്ളതാണ്. ഇത് 1922 സമയത്ത് ബുദ്ധമത ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയിട്ട് കുമാരനാശൻ രചിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഖണ്ഡകാവ്യമായിരുന്നു ഈ പറഞ്ഞ ചണ്ടാല ഭിക്ഷുകി. അതിനടിസ്ഥാനമാക്കിയിട്ട് കേരള കലാമണ്ഡലത്തിൽ വെച്ചൊരു ആട്ടക്കഥ നടക്കുന്നു. അതിന്റെ പേരാണ് മാതംഗി ചരിതം എന്നുള്ളത് അല്ലേ. ആ ചണ്ടാല ഈ പറയുന്ന ചണ്ടാല സ്ത്രീയുടെ പേരാണ് മാതംഗി, അതുമായിട്ട് ബന്ധപ്പെട്ട മാതംഗി ചരിതം. അതത് ബോട്ട്ലിയൻ ലൈബ്രറിയിൽ നിന്നും 200-ാം വാർഷികത്തോടനുബന്ധിച്ച് UK ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിച്ച ഹൈന്ദവ ഗ്രന്ഥത്തിന്റെ പേരെന്താന്നുള്ളതിന്റെ പേരാണ് ശിക്ഷാപ്രതി എന്നുള്ളത് അല്ലേ. എന്താണ് ഇതിന്റെ പേര്? ശിക്ഷാപ്രതി. അടുത്തത് ഇന്ത്യയിൽ ആദ്യത്തെ ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി വിജയകരമായി നടപ്പിലാക്കിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണെന്നുള്ളതാണ്. ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി, അതായത് കേടുവന്ന തുണികളൊക്കെ എന്ത് ചെയ്യും പറയുന്നത് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കുക, കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം എന്താണെന്ന് ആലോചിച്ചാൽ മതി. ഏതാണത്? മുംബൈ ആണ്. അപ്പം നവി മുംബൈ കോർപ്പറേഷൻ ആണെന്ന് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് നോക്കാം. നവി മുംബൈ കോർപ്പറേഷൻ അല്ലേ. ഏതാണത്? നവി മുംബൈ കോർപ്പറേഷൻ. അടുത്തത് 2025-26 സാമ്പത്തിക വർഷത്തിലെ MGNREGS തൊഴിൽ ദിന സൃഷ്ടിയിൽ കേരളം 1-ാം സ്ഥാനത്തെത്തിയ ജില്ല ഏതാണെന്നുള്ളതാണ്. കേരളത്തിൽ അതായത് തൊഴിലുറപ്പിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. തിരുവനന്തപുരമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ MGNREGS എന്നുള്ള പേരില്ല. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 2005 വന്ന പദ്ധതിയുടെ പേര് 2009 മഹാത്മാഗാന്ധിയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താക്കി മാറ്റിയത് 2009 കൂടി തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, മാറ്റിയത് അല്ലേ. ഈ പദ്ധതിയെ ഈ അടുത്ത കാലത്ത് പൂജ്യബാപ്പു എന്നുള്ള പേരിലേക്ക് മാറ്റാൻ നിൽക്കുകയും പിൽക്കാലത്ത് പൂജ്യബാപ്പു എന്നുള്ള പേര് മാറ്റിയ ശേഷം വികസിത് ഭാരത് അല്ലേ, വികസിത് ഭാരത് ഗ്രാമീണ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന് പറയുന്നത് VBG റാംജി എന്താണ് യോജന എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, മാറ്റിയിട്ടുണ്ട്. VBG റാംജി എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. വികസിത് ഭാരത് ഗ്രാമീണ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്തു, മാറ്റി. പരമ്പരാഗത പഠന രീതിയും QR കോഡ് അധിഷ്ഠിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യ മലയാള പാഠപുസ്തകം ഏതാണെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മലയാളം പഠിച്ചു തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഏത് ഭാഷ പഠിച്ചു തുടങ്ങണമെങ്കിൽ അക്ഷരം പഠിച്ചു തുടങ്ങണം. ഏതാണ് ഉത്തരം വരുന്നത്? അക്ഷരമാണ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്തത് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച് അടുത്തിടെ അന്തരിച്ച റഷ്യൻ മിസൈൽ എഞ്ചിനീയർ ആരാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ ലിയനോവ് എന്നുള്ളതാണ്. അദ്ദേഹം പ്രധാനമായിട്ട് ഈ പറയുന്ന ബ്രഹ്മോസിന്റെ നിർമ്മാണത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. ബ്രഹ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു വളരെ വേഗത്തിൽ പോകുന്ന ഒരു ക്രൂസ് മിസൈൽ ആണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് അല്ലേ. അത് ഇപ്പോൾ ബ്രഹ്മോസിന്റെ പേര് വരാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മപുത്ര നദിയുടെയും മോസ്കോവ നദിയുടെയും കൂടെ പേര് ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന റഷ്യൻ മോസ്കോവും അതേപോലെ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മപുത്രയോട് ചേർത്തുകൊണ്ട് ബ്രഹ്മോസ് എന്നുള്ള പേര് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ പ്രവർത്തിച്ച തലയാണ് ആരുടെ എന്ന് പറയുന്നത് അലക്സാണ്ടർ ലിയനോവ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ചതുപ്പ് നദീ മേഖലയിൽ മുതലകളെയും വിഷപ്പാമ്പുകളെയും കാവലിനെ നിയോഗിക്കാൻ ആലോചിച്ച സേനയാണെന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് BSF. കാരണം ആലോചിച്ചാൽ മതി, ഈ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബോർഡറിൽ ഈ പറയുന്ന എന്താണ് ഇന്ത്യൻ സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് BSF ആണെന്ന് ആലോചിച്ചാൽ മതി. അടുത്തത്
വായിക്കുന്നില്ല, നിങ്ങൾ അതിനെ വായിച്ചെടുക്കുക. ഡാഷ് എന്ന് വിളിക്കുന്നത് IPC സെക്ഷൻ 294 പ്രകാരം ക്രിമിനൽ കുറ്റമല്ല എന്ന് വിധിച്ച കോടതി ഏതാണെന്നുള്ളതാണ്. കോടതിയുടെ പേര് സുപ്രീം കോടതി എന്നുള്ളതാണ്. അല്ലെ, ഏതാണത്? സുപ്രീം കോടതി എന്നുള്ളതാണ്. IPC 294 ഈ സെക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രകാരം കുറ്റമല്ല. ഓക്കെ, ഇനി അത് കുറ്റമല്ല, ഇങ്ങനെ വിളിക്കുന്നത് കുറ്റമല്ല. ഓക്കെ, അടുത്തത് 2026 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ പ്രമേയം? ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കുക, ശാസ്ത്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അല്ലേ, ആരോഗ്യത്തിനായിട്ട് ഒരുമിച്ച് നിൽക്കുക, ശാസ്ത്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അടുത്തത് 2026 ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണെന്നുള്ളതാണ്. അർജന്റായിട്ട് ആ ഹോസ്പിറ്റലിൽ പോയി ആലോചിച്ചാൽ മതി. അർജന്റീനയാണ് രാജ്യം. അല്ലേ, അർജന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, WHO പിന്മാറിയത് ആരാണ്? അർജന്റീനയാണ്. ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യം. അല്ലേ, ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യം സ്ലൊവേനിയാണ്. അല്ലേ, ഏതാണത്? സ്ലൊവേനിയാണ്. അടുത്തത് പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനും വഴികാട്ടാനും ഉപയോഗിച്ച റോബോട്ടിന്റെ പേരെന്താണെന്നുള്ളതാണ്. അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീൽ എന്നുള്ളതായിരുന്നു റോബോട്ടിന്റെ പേരെന്ന് പറയുന്നത്. അടുത്തത് 2026 ഏപ്രിലിൽ മെറ്റ പുറത്തിറക്കിയ പുതിയ AI മോഡലിന്റെ പേരെന്താണെന്നുള്ളതാണ്. മെറ്റയുടെ പുതിയ AI മോഡലിന്റെ പേര് മ്യൂസ് പാർക്ക് എന്നുള്ളതാണ്. അലക്സാണ്ടർ വാങ്ങാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിനാൽ ഓർത്തിരിക്കുക, 2026 ഏപ്രിലിൽ മെറ്റ പുറത്തിറക്കിയ AI മോഡലിന്റെ പേരെന്ന് പറയുന്നത് എന്താണത്? മ്യൂസ് പാർക്ക് എന്നുള്ള മ്യൂസ് പാർക്ക്. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോർട്ട് ടാക്സി സംവിധാനം തറക്കല്ലിട്ട നഗരം ഏതാണെന്നുള്ളതാണ്. പറഞ്ഞു, കാർഷികർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഓടുന്നത്. അപ്പോൾ എവിടെയായിരിക്കും വരുന്നത്? മുംബൈ ആണ്. മുംബൈയിൽ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ്. അന്ന് പറഞ്ഞിട്ടുണ്ടായ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ടെസ്ലയൊക്കെ വന്നത് എവിടെയാണ്? ടെസ്ല ആദ്യ ഷോറൂം തുറന്നത് ഈ പറയുന്ന ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ്. അടുത്ത ലോകത്തിലെ ആദ്യത്തെ 10 ഗിഗാ രാജ്യമായിട്ട് U6 GHz ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ്. UAE ആണ്. നമ്മൾ പറഞ്ഞു, വളരെ വലിയ ടെക്നോളജിക്കലി ഈ പറയുന്ന അഡ്വാൻസ്മെന്റ് ഒക്കെ ഒരു സമയങ്ങളിൽ അത് ആദ്യം എത്തുന്നത് എവിടെയായിരിക്കാം? അത് അറബ് രാജ്യങ്ങളിലായിരിക്കും, UAE-യിലായിരിക്കും. അത് കൽപ്പാക്കത്തെ 500 മെഗാവാട്ട് PFBR, അതായത് ഈ പറയുന്ന രീതിയിൽ എന്താണ് PFBR ക്രിട്ടിക്കാലിറ്റി കൈവരിക്കുക എന്നുള്ളതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ആണവ വിഘടന പ്രക്രിയ സ്വയം നിയന്ത്രിക്കാവുന്ന സുരക്ഷിത അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് PFBR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നുള്ളതാണ്. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നുള്ളതാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്ലൂട്ടോണിയം പ്ലസ് യുറേനിയത്തിൻ്റെ ഒരു മിക്സ്ഡ് ഓറാണ്. അവിടെ ഉപയോഗിക്കുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് പഴയ വെള്ളമല്ല. ഇപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് സോഡിയം ആണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തെടുക്കുക. ഓക്കെ, അടുത്തത് ഈ ഒരു നേട്ടത്തോടു കൂടി റഷ്യക്ക് ശേഷം വാണിജ്യ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടർ പ്രവർത്തിക്കുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഉദ്യാനപാലകന്റെ പേരുള്ള സസ്യം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന കോട്ടക്കൽ ആര്യവൈദ്യശാല എന്ന് പറയുമ്പോൾ പ്രായമുള്ള മലയാളം നിറഞ്ഞ വലയുക്കുക. അദ്ദേഹത്തിന്റെ പേര് ജനാർദ്ദനൻ എന്നുള്ളതാണ്. അല്ലെ, ആരാണത്? ലൊബേലിയ ജനാർദ്ദനി എന്നുള്ളതാണ്. അല്ലെ, എന്താണ്? ലൊബേലിയ ജനാർദ്ദനി എന്നുള്ളതാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രധാനമായിട്ട് അമ്മൂമ്മമാരൊക്കെ വീട്ടിൽ എണ്ണയൊക്കെ ഇടുന്നത് ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ എണ്ണയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും പ്രായം കൂടിയിട്ടുണ്ടായിരുന്ന മലയാളം നടൻ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി എത്തുന്നത് തമാശയുടെ എന്താണ് നമ്മുടെ ചിരിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് മലയാളം നടൻ പെട്ടെന്ന് ഓർത്തെടുക്കേണ്ടത് ജനാർദ്ദനയാണ്. ഓർത്തിരിക്കുക, ലൊബേലിയ ജനാർദ്ദനി എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് ഈ ആഴ്ച പഠിച്ച കുറച്ച് ചോദ്യങ്ങളാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ് വീക്കിലി കറണ്ട് അഫയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മുടെ ക്ലാസ്സിൽ പൊതുവേ നമ്മൾ നൽകുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങൾ വരാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ മിഷൻ LDC 2027 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന രീതിയിൽ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. താങ്ക് യു. വീണ്ടും കാണാം. അതേപോലെ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരെ തൊട്ട് താഴെ കണ്ട നമ്പർ വിളിച്ച് എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.